ഇത്രയും വലിയൊരു മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, എങ്ങനെയായിരുന്നു സ്ട്രാറ്റജി, എങ്ങനെയാണ് പഠിച്ചത്? നമ്മുടെ ടെക്സ്റ്റിലെ ഇല്ലുസ്ട്രേഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, MTP, RTP ഇതൊക്കെ ചെയ്യാം. ലോയിനെ എങ്ങനെയാണ് ഈ ഫൗണ്ടേഷനിൽ ഫേസ് ചെയ്തത്? ലോ ഇതേപോലെ തന്നെ ആയിരുന്നു. എനിക്കും ഇതുപോലെ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ റോള് അതിലെത്രത്തോളം ഉണ്ട്? കൺസെപ്റ്റ് പക്ക പറഞ്ഞുതരും. പിന്നെ അതേപോലെ അപ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ അടുത്തൊരു പ്രശ്നം പറയുന്ന എല്ലാവരും ഈ മാക്രോ എക്കണോമിക്സിൻ്റെയാണ്. ടെക്സ്റ്റ് നല്ല വായിക്കുക, അതാണ് മാക്രോയിൽ. അസ്ന, CA ഫൗണ്ടേഷൻ പോലെ ഇങ്ങനെ ഒരു ഓൾ ഓവർ ഇന്ത്യയിൽ ഇത്രയും സ്റ്റുഡൻസ് എഴുതുന്ന ഈ ഒരു എക്സാമിൽ 400-ൽ 349 സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇത്ര മാർക്ക് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലോയിലൊക്കെ ഇതേപോലെ 66 കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു വർഷത്തിന് പ്രിപ്പയർ ചെയ്തല്ലോ, അപ്പോൾ അതിൽ ഇത്ര നല്ല സ്കോർ കിട്ടിയത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരു വർഷം വീട്ടിൽ നിന്നൊക്കെ മാറി പഠിച്ചതിന് ഒരു റിസൾട്ട് കിട്ടിയൊരു ആ ഒരു നല്ല സന്തോഷമായിരുന്നു. വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു. സൈലത്തിലെ ഈ ഒരു CA ഫൗണ്ടേഷൻ ജേണിയെ കുറിച്ച് എന്താണ് പറയുന്നത്? സൈലം CA ഫൗണ്ടേഷന് ഏറ്റവും നല്ലൊരു ചോയ്സാണ്. നമ്മളെ ഫാക്കൽറ്റീസാണ് സൈലത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓരോരുത്തരും അടിപൊളിയായിരുന്നു. അക്കൗണ്ട്സ് ആണെങ്കിലും ലോ ആണെങ്കിലും മാത്സ് ആണെങ്കിലും അതുപോലെ എക്കണോമിക്സ് ആണെങ്കിലും നല്ലോണം അവർ പഠിപ്പിച്ചു തന്നു. ടെക്സ്റ്റ് ബുക്ക് ഏകദേശം 99% കവർ ചെയ്യുന്ന രീതിക്കായിരുന്നു പഠിപ്പിച്ചു തന്നിരുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഫോളോ ചെയ്തു, അത് പറയുന്നതൊക്കെ ചെയ്തു. അതുകൊണ്ട് സിമ്പിളായിട്ട് ഫാക്കൽറ്റീസ് പറയുന്നത് കറക്റ്റായി ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് CA ഫൗണ്ടേഷൻ ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ഒരു ടഫ് എക്സാം അല്ല. നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് റെഗുലറായി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ലാസ്റ്റിക്കിന് നീട്ടി വെച്ചാൽ അതെ, അങ്ങനെ ഒരു ബേർഡൻ ഉണ്ടാവും. അതാണ് കുറേ പേർക്ക് ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഇപ്പോൾ CA ഫൗണ്ടേഷൻ പോലെ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ലോയിനെ കുറിച്ചാണെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റാണ്. ഇപ്പോൾ 2 സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പുതിയ സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ സബ്ജക്റ്റ് ആദ്യം വരുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ടഫാണ്, ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ലോയിനെ എങ്ങനെയാണ് ഈ ഒരു ഫൗണ്ടേഷനിൽ ഫേസ് ചെയ്തത്? ലോ ഇതേപോലെ തന്നെ ആയിരുന്നു. എനിക്കും ഇതുപോലെ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. പുതിയ സബ്ജക്റ്റാണ്, ഇങ്ങനെ അറിയില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ കേൾക്കും എത്ര എഴുതിയാലും മാർക്ക് കിട്ടില്ല, പ്രസൻറ്റേഷന് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ മാർക്ക് കിട്ടില്ല, പിന്നെ കുറേ പഠിക്കാണ്ട്, വാസ്റ്റ് സിലബസ് ആണ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അബൂബക്കർ സാറിൻ്റെ ക്ലാസ് നല്ല അടിപൊളിയായിരുന്നു. കുറേ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് കൺസെപ്റ്റ് നല്ല പറഞ്ഞു തന്നിരുന്നു. നമുക്ക് അത് എക്സാമിന്റെ ടൈമിൽ ഓർമ്മ ഉണ്ടാകും കുറേയൊക്കെ. പിന്നെ അത് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് എഴുതാന്നുണ്ടെങ്കിൽ ലോയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു പ്രശ്നം പറയുന്ന എല്ലാവരും ഈ മാക്രോ എക്കണോമിക്സിൻ്റെയാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുതിയൊരു സിലബസ് ചേഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അതിന് പുറമെ ഒരുപാട് സിലബസും അത്യാവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിച്ചിരുന്നത്? മാക്രോ ഞാൻ സാറിൻ്റെ ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്തു. പിന്നെ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക, അതാണ് മാക്രോയിൽ മെയിനായിട്ട് ചെയ്യാൻ. അതാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം. കാരണം എന്താ മാക്സിമം എല്ലാവരും ടെക്സ്റ്റ് ഒഴിവാക്കി കൂടുതൽ നടക്കില്ല. ടെക്സ്റ്റ് നല്ല പഠിക്കണം, എല്ലാം വായിക്കണം. വായിച്ചാലും നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ മറക്കുന്ന പോലെ തോന്നും. പിന്നെയും വായിക്കുക, പിന്നെയും വായിക്കുക. പിന്നെ ലാസ്റ്റിൽ ആ 1.5 ദിവസം വായിക്കുമ്പോൾ നമുക്ക് എക്സാമിന് കുറച്ചുകൂടെ ഓർമ്മ. അടുത്ത എല്ലാവർക്കും വരുന്ന സംശയമാണ്, അതായത് ഈ ഒരു നമ്മുടെ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റഡി പീരീഡ്, അതേപോലെ തന്നെ എക്സാമിന് മുന്നത്തെ 2 ദിവസം അതെങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പേർക്ക് സംശയം വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു സബ്ജക്റ്റിലാണ് ഫോക്കസ് ചെയ്യുക, ബാക്കിയൊക്കെ മറക്കുക, അത് പഠിക്കുക. ഇപ്പം കഴിഞ്ഞ എക്സാംസ് ഇപ്പം അക്കൗണ്ട്സ് ടഫ് ആണെങ്കിലും അത് ഇനി അടുത്തതിലോ അത് നല്ല നോക്കുക. അതെ, ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതായത് ഒരു സബ്ജക്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഡൗൺ ആയി അടുത്തതിന് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കി ഒന്നും ആലോചിക്കണ്ട, അത് പഠിക്കുക. അതിൽ നമുക്ക് ബെസ്റ്റ് ചെയ്യാം. ഓരോ സബ്ജക്റ്റും അതേപോലെ നമുക്ക് അപ്പം എന്താണ് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു വർഷത്തോളം ഏകദേശം, അപ്പോൾ നമുക്ക് കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഫാക്കൽറ്റീസിന് പറയുകയാണെങ്കിൽ ഷബാബ് സാറ്, അബൂബക്കർ സാറ്, അപ്പോൾ ഇങ്ങനെ ഓരോ ഫാക്കൽറ്റീസിന് എടുത്ത് പറയുമ്പോഴും അവരിൽ എന്താണ് ഡിഫറെൻ്റ് ആയി തോന്നിയത് ശരിക്കും? ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് പറയുകയാണെങ്കിലും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ റോള് അതിലെത്രത്തോളം ഉണ്ട്? അക്കൗണ്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ സാർ ഇതേപോലെ ആദ്യം നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് കൺസെപ്റ്റ് പറഞ്ഞുതരും. കൺസെപ്റ്റ് പക്ക പറഞ്ഞുതരും. പിന്നെ അതേപോലെ അപ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെയാണ് സാർ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്യിപ്പിക്കുക.
ഇല്ലുസ്ട്രേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് തന്നെ ഏകദേശമൊക്കെ എഴുതാൻ കിട്ടും, അപ്പം ചെയ്യാൻ വയ്ക്കും. പിന്നെ ഈ ഇല്ലുസ്ട്രേഷൻ തന്നെ ടഫുള്ള ക്വസ്റ്റ്യൻസ് സാറ് 2-3 പ്രാവശ്യമൊക്കെ എഴുതാൻ പറയും, അല്ലാത്തത് 1 പ്രാവശ്യമൊക്കെ എഴുതാൻ പറഞ്ഞാൽ ഡെയിലി വർക്ക് തരും. അത് കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ്. ശരിക്കും ഇപ്പം നമ്മൾ പാസ്സായ ഓരോരുത്തർ ചോദിച്ചാൽ അവർ പറയുന്നത് തന്നെയാണ് ഈ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ്, റിവിഷൻ, ഇത് തന്നെയാണ്. ഇതിപ്പോ നമ്മളായിട്ട് ചെയ്യണ്ട, സാറിന് നമ്മളോട് ചെയ്യാൻ പറയും, ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ ഒരു ടാസ്ക് നമുക്ക് തരുമ്പോൾ ഇപ്പൊ കുറെ പേർക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, എന്നാൽ ഇതൊരു വർക്കായി തരുമ്പോൾ കുറച്ചും കൂടെ ചെയ്യും. മാത്സും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഹോംവർക്കായിട്ട് അന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് തരും, നമ്മളത് ചെയ്യും. അതന്നെയായിരുന്നു അതിന്റെ പഠിത്തം. ഈ മാത്സിന്റെ അക്കൗണ്ട്സിന്റെ ഒക്കെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർ തരുന്ന വർക്ക് ചെയ്യാന്നില്ലായിരുന്നു. ഇനി എക്സാമിന്റെ കാര്യം മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ CA എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് എൻ്റർ ചെയ്തു, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞു, അപ്പോൾ എന്താണ് തോന്നുന്നത്? ഈ CA എന്ന് പറഞ്ഞൊരു കോഴ്സിന്റെ ഒരു ഐഡിയ കിട്ടിയോ? ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു കുറേയൊക്കെ കിട്ടി, ഇനിയും മനസ്സിലാക്കാണ്ട് കുറേ. ഞാൻ ഇതിനെക്കുറിച്ച് വീട്ടുകാരും ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത്. ഞാൻ 8th പഠിക്കുമ്പോഴാണ് എൻ്റെ കസിന് ഇതുപോലെ 10th കഴിഞ്ഞോള് കൊമേഴ്സ് എടുത്തോളം എനിക്ക് പറഞ്ഞിരുന്നത് CA കുറിച്ച്. ഇങ്ങനെ ഒപ്പിട്ട ലക്ഷങ്ങൾ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാവരും കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ഒപ്പിട്ട ലക്ഷങ്ങൾ. അവിടെ നിന്നാണ് എനിക്കൊരു സ്പാർക്ക് വന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ വേറെ ഒന്നിനോട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ കുറേ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ഇൻട്രസ്റ്റ് പോയില്ല 10 വരെ. എനിക്ക് 10 കഴിഞ്ഞപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് അപ്പം തന്നെ ചൂസ് ചെയ്ത് അതിനനുസരിച്ച് എടുക്കണം സ്ട്രീം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 10ലും ഇതന്നെ ഉണ്ടായിരുന്നു, CA ചെയ്യണം. ടഫാണ് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ട്രൈവല് ചെയ്യാതെ പിന്മാറി അത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടേക്കരം. പിന്നെ അതുകൊണ്ട് അതന്നെ ചെയ്യാൻ വിചാരിച്ച് മാത്സ് കൊമേഴ്സ് എടുത്ത് അങ്ങനെ പഠിച്ച് പിന്നെ സൈലത്തേക്ക് വന്നു. സൈൽ അതേപോലെ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു കാക്കു സജസ്റ്റ് ചെയ്ത് തന്നതാ. ഇതേപോലെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ ഫീസും ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് വന്നു. അതെന്തായാലും നല്ല ഡിസിഷനായിരുന്നു. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പേപ്പർ എഴുതിയിട്ട് അത് ടഫ് ആവുന്നു, പിന്നീട് അത് നിർത്തി പോകുന്നു. അതായത് അടുത്ത പേപ്പർ എഴുതാൻ പിന്നെ അവരുടെ കോൺഫിഡൻസ് ഇല്ലാതെ ആവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നമ്മൾ എഴുതുന്ന ഓരോ പേപ്പറും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനിയിപ്പം പാസ്സായിട്ടില്ലെങ്കിൽ നമുക്കത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും എഴുതാതെ ഒന്നും പോകരുത്. ആ എഴുതിയ സബ്ജക്റ്റിനെ അത് മറക്കുക, പിന്നെ അടുത്തതിന് ഫോക്കസ് ചെയ്ത് അത് പഠിക്കുക, അതിന് മാക്സിമം കൊടുക്കുക. അപ്പം നമുക്ക് എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മാക്സിമം എത്രത്തോളം എക്സാം എഴുതണോ അത്രയും നമുക്ക് സിമ്പിളായിരിക്കും മെയിൻ എക്സാം. ശരിയാണ്. കാരണം ഒരുപാട് ഇപ്പോൾ CA പോലത്തെ ഒരു കോഴ്സ് പറ്റുന്നത് ഏതൊരു കുട്ടിയും ഇപ്പോൾ നമ്മളൊരു സിലബസ് കവർ ചെയ്ത് അതിനുശേഷം ഈ മോക്ക് എക്സാം എഴുതുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ഐഡിയ കിട്ടുക എന്താണ് നമുക്ക് എവിടെയാണ് നമ്മൾ വീക്ക് എന്നൊക്കെ മനസ്സിലാക്കുക ശരിക്കും. അപ്പോൾ ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇപ്പോൾ CA എന്ന് പറയുന്ന കോഴ്സാണ് ചൂസ് ചെയ്തതെങ്കിൽ റെഗുലറായിട്ട് എക്സാംസും അതേപോലെ റിവിഷനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു കുട്ടിയാണെങ്കിലും ഇപ്പോൾ ഇത്രയും വലിയൊരു മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് എങ്ങനെയായിരുന്നു സ്ട്രാറ്റജി, എങ്ങനെയാണ് പഠിച്ചത്? കാരണം കുറേ പേർക്ക് അറിയാത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ക്ലാസ്സസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യും, കൺസെപ്റ്റ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഇതിനൊക്കെ എങ്ങനെ ഈ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറുള്ള എക്സാമിൽ എങ്ങനെ പ്ലേസ് ചെയ്യും, അതിനുവേണ്ടി എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ് ഒരുപാട് പേരുടെ പ്രശ്നം. അപ്പോൾ ആ ഒരു അതായത് ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രാറ്റജി ഉണ്ടാവും. എന്നാലും ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയാലോ? അപ്പോൾ സ്ട്രാറ്റജി എങ്ങനെയാണ് ഈ ഒരു കോഴ്സിന് ഈ ഒരു എക്സാമിലേക്ക് എങ്ങനെയാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തത്? അക്കൗണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലെ ഇല്ലുസ്ട്രേഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, MTP, RTP ഇതൊക്കെ ചെയ്യാം. അതാണ് അക്കൗണ്ട്സിൽ ചെയ്യാനുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസും കിട്ടും. ഏകദേശം അതേ ലെവലിൽ തന്നെയൊക്കെ നമ്മുടെ എക്സാം ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ എക്സാമും സുഖമായിരിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലാദ്യം കൺസെപ്റ്റ് അറിയണം നല്ലോണം. ആദ്യം കൺസെപ്റ്റ് വർക്ക് ചെയ്ത് അതെല്ലാം പഠിക്കുക. എന്നിട്ട് പ്രൊവിഷൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാംഗ്വേജിൽ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യുക. മാക്സിമം കുറച്ചൊക്കെ എഴുതി പഠിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി പഠിക്കുക പോസിബിൾ ആണ് എനിക്കറിയില്ല, ബട്ട് മാക്സിമം എഴുതിയിട്ടും പഠിക്കുക. ഈ ലോയിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും വരുന്ന അടുത്ത സംശയമാണ്, അതായത് സെക്ഷൻ നമ്പർ എഴുതണോ, അതേപോലെ പ്രൊവിഷൻ പക്ക ടെക്സ്റ്റ് ലാംഗ്വേജ് പോലെ എഴുതണോ? അപ്പോൾ ഓരോരുത്തർ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? സെക്ഷൻ നമ്പർ ഒക്കെ എല്ലാത്തിലും സെക്ഷൻ നമ്പർ എല്ലാത്തിലും എഴുതിയിട്ടില്ല, ഓർമ്മയുള്ളത് കോൺഫിഡന്റ് ആയിട്ടുള്ളത് എഴുതി. പിന്നെ പ്രൊവിഷൻ ആണെങ്കിലും
പക്ക ടെക്സ്റ്റ് ലാംഗ്വേജിലൊന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഫുൾ ഏകദേശമൊക്കെ കീവേഡ്സ് നമ്മൾ മാത്രം കീവേഡ്സ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ മൊത്തം നമുക്ക് ഒരിക്കലും പഠിച്ച് തീരില്ല. പക്ക ടെക്സ്റ്റ് ലാംഗ്വേജിൽ ഏകദേശം കുറച്ചൊക്കെ നല്ല ലാംഗ്വേജിൽ അതിലുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ എഴുതി. മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും ടെക്സ്റ്റിലുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്, അത് ഫുൾ ചെയ്യുക. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കൊരു ബുക്ക് ഉണ്ട്, അതും ചെയ്യാം. മാക്സിമം നമുക്ക് കിട്ടാവുന്ന റിസോഴ്സിനൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. അതായത് കൺസെപ്റ്റിന് പിന്നെ യൂസുഫ് സാർ ഉണ്ടല്ലോ, സാറെല്ലാം പറഞ്ഞിട്ടും സാറിന്റെ ക്ലാസ് കേൾക്കുക. അതേപോലെ വർക്ക് ബുക്കിൽ നമുക്ക് ചെയ്യാൻ തരും. അന്ന് ചെയ്ത ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ബുക്കിൽ ചെയ്യും. പിന്നെ നമ്മുടെ ബുക്കിൽ ഇതേപോലെ പ്രീവിയസ് ഇയർ ഉണ്ട്, അതും ചെയ്യാം. പിന്നെ അടുത്തത് എക്കണോമിക്സ്. അതായത് പുതിയ സിലബസ് വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായ ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അപ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നു? ഒരു ടെക്സ്റ്റ് ഒക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു? ടെക്സ്റ്റ് ഞാൻ മാക്രോ നല്ലോണം വായിച്ചിരുന്നു. മൈക്രോ ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. സാറിൻ്റെ നോട്ട്സ് അതൊക്കെ തന്നെ മൈക്രോ പഠിച്ചിരുന്നു. മാക്രോ ടെക്സ്റ്റ് കുറേ വായിച്ചു. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടാൻ കുറച്ച് വൈകിയിരുന്നു. ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടിയത് തൊട്ട് പിന്നെ അതും മാക്സിമം ചെയ്ത് നോക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാമിന് നമുക്ക് ടെക്സ്റ്റ് തന്നെ ഫുൾ ചോദിച്ചത് ഒരു 99%, ചിലപ്പോൾ 100 പറയാം. ഫുൾ ടെക്സ്റ്റ് എന്നാണ് ചോദിച്ചത്, മൈക്രോ ആണെങ്കിലും മാക്രോ ആണെങ്കിലും. അപ്പം മാക്രോ ഒക്കെ ടെക്സ്റ്റ് പക്കാ പഠിച്ച് പോവാന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പം നമുക്കിങ്ങനെ ഓർമ്മ കിട്ടും ഓരോന്നോരോന്ന്. പിന്നെ തലേന്നത്തെ വർക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിന്. CA ഫൗണ്ടേഷൻ എന്തായാലും ഇതേപോലെ നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇന്ററിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടട്ടെ. CA ജേണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.